ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഫെബ്രുവരി മാസത്തിൽ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പം അതെന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിയിപ്പുകളാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും തന്നെ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായുള്ള അറിയിപ്പ് റേഷൻ കാർഡ് മസ്റ്ററിങ്ങിനെ കുറിച്ചുള്ളതാണ്. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മസ്റ്ററിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്നുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ മാർച്ച് വരെ ആ ഒരു മസ്റ്ററിങ് കാലാവധി നീട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. മഞ്ഞ, പിങ്ക് കാർഡുകാർക്കാണ് ഇപ്പോൾ മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കിടപ്പ് രോഗികളാണെങ്കിലും അപ്പം അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഇതിനു മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഈ മസ്റ്ററിങ് ചെയ്യാനുള്ള കാലാവധി മാർച്ച് മാസം വരെ നീട്ടിയിട്ടുണ്ട്. ഇല്ലാത്തവർക്ക് റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ ഇവിടെ ആൾക്കാരില്ലാത്ത സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വേറൊരു സംസ്ഥാനത്താണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇപ്പോൾ റേഷൻ കാർഡ് ഉടമ അല്ലെങ്കിൽ പുറത്താണ്, വിദേശത്താണ് എന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് NRK നോൺ റെസിഡൻറ്റ് കേരളേറ്റ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് മാറ്റേണ്ടതുണ്ട്. പക്ഷേ അവരുടെ റേഷൻ വിഹിതം കുറച്ച് കാലത്തേക്ക് തടസ്സപ്പെടുന്നതായിരിക്കും. അതിനുശേഷം അവർക്ക് വന്ന് മസ്റ്ററിങ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അവർക്കത് വീണ്ടും ലഭിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് വരുന്നത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ്. ജനുവരി മാസത്തെ റേഷൻ വിതരണം ഭാഗികമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഫെബ്രുവരി ഫസ്റ്റ് വീക്കും ജനുവരിയിലെ റേഷൻ വിതരണം നടക്കുന്നതായിരിക്കും. ജനുവരി മാസത്തെ റേഷൻ വാങ്ങാൻ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതുപോലെ തന്നെ 3 മാസം തുടർച്ചയായിട്ട് വാങ്ങാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റേഷൻ കാർഡ് റദ്ദാകുന്നതായിരിക്കും. അപ്പോൾ ജനുവരി മാസവും ഫെബ്രുവരി മാസത്തിലെയും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റേഷൻ എല്ലാവരും തന്നെ വാങ്ങുക, മുടക്കാതിരിക്കുക. കാരണം 3 മാസം മുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റേഷൻ കാർഡ് കട്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്